കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചതിൻ്റെ തുടർച്ചയായി ചില കാര്യങ്ങൾ ഇന്ന് ചിന്തിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതും വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ നമ്മൾ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി വെളിപ്പെടണം എന്ന് വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ടുള്ള കാര്യം. ജോസോദരൻ ചില ആഴ്ചകൾക്ക് മുമ്പ് ആ ഒരു വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തി ഒരു ക്ലാസ് എടുത്തിരുന്നു. എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ അവൻ്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് നമ്മൾ വായിക്കുന്നു. എന്നാൽ കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി വെളിപ്പെടേണ്ടതിന് എന്ന് വായിക്കുന്നു. അപ്പോൾ കർത്താവ് ഇന്ന് വന്നാൽ, അടുത്ത നിമിഷം വന്നാൽ എന്താണ് നമ്മുടെ അവസ്ഥ? വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരും ആണോ? 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 അല്ല. അപ്പം പിന്നെ എങ്ങനെയാണ് കർത്താവിൻ്റെ വരവെങ്കിൽ? ഇനി കർത്താവ് ഇന്നല്ല, ഒരു 5 വർഷം കഴിഞ്ഞിട്ട് വരുന്നു എന്ന് വിചാരിച്ചോളൂ. അന്നേരത്തേക്കും നമ്മൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ആകുമോ? ആകുമോ? ആകും. അച്ചു പറയുന്നത് ആകുമെന്നാണ്. വചനം പറയുന്നത് നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്നാണ്. സ്വർഗത്തിന് ഒരു പാപിയെ ഉൾക്കൊള്ളാൻ പറ്റുമോ? പറ്റുമോ? സ്വർഗത്തിലേക്ക് ഒരു പാപിക്ക് പ്രവേശനമുണ്ടോ? ഇപ്പം ആകെപ്പാടെ ഒരു കൺഫ്യൂഷനായി അല്ലേ? ഇല്ലേ? ഇങ്ങനെ അങ്ങോട്ട് മുമ്പോട്ട് പോയാൽ വിശുദ്ധനും കുറ്റമില്ലാത്തവരും നിഷ്കളങ്കരുമായിട്ട് തീരാനുള്ള സാധ്യത ഇല്ല എന്ന് നമ്മുടെ ഉള്ളിൽ ഒരു ചിന്തയുണ്ട്. പൊതുവിൽ പാപിക്ക് സ്വർഗത്തിലേക്ക് പ്രവേശനമില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധിയിൽ കുറഞ്ഞതായിട്ടുള്ള യാതൊന്നിനും സ്വർഗത്തിൽ പ്രവേശനമില്ല. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ എങ്ങനെയാ ശരിയാവുന്നത്? അജി സഹോദരി ചിരിക്കുന്നുണ്ട്. എന്തോ പ്രശ്നമുണ്ട്, എന്തോ ഒരു പന്തികേട് നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ, നമ്മുടെ കാഴ്ചപ്പാടിലുണ്ട് എന്നുള്ളത് വ്യക്തമായി. അപ്പോൾ പിന്നെ എങ്ങനെയാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ നമ്മളെല്ലാവരും വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായിട്ട് വെളിപ്പെടുവാനായിട്ട് പോകുന്നത്? കഴിഞ്ഞ ആഴ്ച നമ്മുടെ നീതീകരണത്തെക്കുറിച്ച് അല്പമായിട്ട് ചിന്തിച്ചു. നീതീകരണം എന്ന് പറയുന്നതായിട്ടുള്ള വിഷയം അതങ്ങനെ തന്നെയല്ല. എന്നാൽ നീതീകരണത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോവുകയുണ്ടായി. ഈ ലോകത്തിലെ ജീവിതം എന്ന് പറയുന്നത് പഴയ നിയമകാലത്തും പുതിയ നിയമകാലത്തും വിശ്വാസത്താലുള്ള ജീവിതമാണ്. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്നെ നമ്മൾ ലേഖനങ്ങളിലൊക്കെ വായിക്കുമ്പോൾ ദൈവം നീതീകരിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് ധാരാളം വേദഭാഗങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം, 4-ാം അധ്യായം, 5-ാം അധ്യായം, 8-ാം അധ്യായം, ഇങ്ങനെ ഒത്തിരി അധ്യായങ്ങളിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. 3-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 21 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ, ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അപ്പോൾ ഒരു നീതി വെളിപ്പെട്ടു വന്നിരിക്കുകയാണ്. എന്താണ് നീതിയുടെ പ്രത്യേകത? അത് ദൈവത്തിൻ്റെ നീതിയാണ്. നമുക്കറിയാം മനുഷ്യൻ്റെതായിട്ടുള്ള നീതിയുണ്ട്.
നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്ന റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ കൊർന്നേലിയോസിനെ കുറിച്ച് പുതിയ നിയമത്തിലും ഇയ്യോബിനെ കുറിച്ച് പഴയ നിയമത്തിലും ഒക്കെ അവർ നീതിമാന്മാരായിരുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പം ലോകത്തിൻ്റെ ദൃഷ്ടിയിലുള്ള, മനുഷ്യരുടെ ദൃഷ്ടിയിലുള്ള ഒരു നീതിയുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയിലുള്ളതായിട്ടുള്ള ദൈവത്തിൻ്റെ ഒരു നീതിയുണ്ട്. ഈ ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് പറയുമ്പോഴാണ് നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്ന് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ നീതി മനുഷ്യന് ബാധകമാക്കുന്ന പ്രക്രിയയാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിങ്കലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അപ്പോൾ ന്യായപ്രമാണം മനുഷ്യന് കൊടുത്തു, ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികൾ ഒക്കെ അനുസരിച്ച് നീതിമാന്മാരായി തീരാമെന്ന് മനുഷ്യന് വിചാരിച്ചുവെങ്കിൽ അത് സാധിച്ചില്ല. ന്യായപ്രമാണത്തിൻ്റെ നീതി മനുഷ്യനെ ശുദ്ധനാക്കുവാൻ പര്യാപ്തമായിരുന്നില്ല. അത് ഒരു ശിശുപാലകനായിട്ട് ഭവിച്ചു എന്നാണ് ന്യായപ്രമാണത്തെക്കുറിച്ച് നാം വായിക്കുന്നത്. അപ്പോൾ വിശ്വാസത്താലുള്ള ഒരു ദൈവത്തിൻ്റെ ദൈവനീതി അല്ലെങ്കിൽ ദൈവിക നീതി വിശ്വാസത്താൽ ക്രിസ്തുയേശുവിലുള്ള വിശ്വസിക്കുന്ന ആളുകൾക്ക് ബാധകമാക്കുന്നതായിട്ടുള്ള പരിപാടിയാണ് ബൈബിളിലെ പുതിയ നിയമത്തിൽ നമുക്ക് വെളിപ്പെടുത്തി കിട്ടിയതായിട്ടുള്ള നീതീകരണം എന്ന് പറയുന്നത്. അതായത് പാപം വഴിയായി മനുഷ്യന് സംഭവിച്ചതായിട്ടുള്ള ദൈവത്തിൽ നിന്നുള്ളൊരു അകൽച്ച, അല്ലെങ്കിൽ മനുഷ്യരെല്ലാവരും മരണത്തിന് മാത്രം അർഹരായിരിക്കുന്ന സമയത്ത് കർത്താവായ യേശുക്രിസ്തു കഴിച്ചതായിട്ടുള്ള പാപത്തിൻ്റെ പാപത്തിന് വേണ്ടിയുള്ള യാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് അവരെ നീതിമാന്മാരായിട്ട് ഏകപക്ഷീയമായി പ്രഖ്യാപിക്കുന്നു. അപ്പോൾ വിശ്വാസം അതാണ് മനുഷ്യന്റെ നീതീകരണത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതല്ലാതെ നമ്മൾ എത്ര നല്ലത് പ്രവർത്തിച്ച് മുമ്പോട്ട് പോയാലും ദൈവത്തിൻ്റെ കണ്ണിന് മുമ്പിൽ നീതിമാന്മാരായി തീരുവാനായിട്ട് ഈ ലോകത്തിൽ ആർക്കും ദൈവിക നീതിയെക്കുറിച്ച് ഞാൻ പറഞ്ഞത്, ദൈവിക നീതിയിൽ താന്നതായിട്ടുള്ള ഒന്നിനും നമ്മെ നിത്യതയിലേക്ക് കടത്തുവാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ ആ ദൈവിക നീതി നമുക്ക് ദൈവം ലഭ്യമാക്കുകയാണ് കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ. അപ്പോൾ കർത്താവായ യേശുവിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് ആണ് ബൈബിളിലെ കേന്ദ്ര വിഷയം, അല്ലെങ്കിൽ ദൈവിക പരിപാടിയുടെ കേന്ദ്ര വിഷയം എന്ന് പറയുന്നത് വിശ്വാസത്താലുള്ള നീതീകരണം. അപ്പോൾ ഈ വിശ്വാസം അതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് ലോകത്തിലേക്ക് നോക്കിയാൽ ക്രിസ്തീയ സഭകളുടെ ഇടയിൽ തന്നെ ധാരാളം വിശ്വാസങ്ങളുണ്ട്. പല ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സഭകൾക്കും വിശ്വാസ പ്രമാണങ്ങളുണ്ട്. ഈ വിശ്വസിക്കുന്നതായിട്ടുള്ള ആളുകളെല്ലാം അവർ പോകുന്നതായിട്ടുള്ള വഴികളെല്ലാം വളരെ വ്യത്യാസവുമാണ്. അപ്പോൾ എല്ലാ വിശ്വാസങ്ങളും യഥാർത്ഥത്തിൽ ബൈബിളിലുള്ള മനുഷ്യനെ നീതീകരിക്കുന്ന വിശ്വാസമല്ല എന്ന് വ്യക്തമാണ്. അങ്ങനെ എല്ലാം മനുഷ്യനെ നീതീകരിക്കുന്ന ഏക വിശ്വാസമായിരുന്നുവെങ്കിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളോടുകൂടെ, ആചാരങ്ങളോടുകൂടെ ലോകത്തിൽ മനുഷ്യർക്ക് പോകുവാനായിട്ട് ആവശ്യമുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ വിശ്വാസത്തെ ഒന്ന് പരിശോധിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഇതിൽ നിന്ന് വ്യക്തമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നത്. മാത്രവുമല്ല, വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ 1-ാം നൂറ്റാണ്ടിൽ തന്നെ പൗലോസ് അപ്പോസ്തലൻ താൻ സ്ഥാപിച്ചതായിട്ടുള്ള കൊരിന്ത്യ സഭയ്ക്ക് എഴുതുമ്പോൾ, നിങ്ങൾ വിശ്വാസത്തിൽ തന്നെ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഞാൻ വിശ്വാസത്തിലാണോ അല്ലയോ എന്ന് ശോധന ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ടെസ്റ്റുകളൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് വരികിൽ ക്രിസ്തു നിങ്ങളിലുണ്ട്. അപ്പൊ കൊള്ളരുതാത്തവരാണോ കൊള്ളാവുന്നവരാണോ എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമേ അവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുള്ളൂ. അതുപോലെ തന്നെ എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ, അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന്
കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാണ്. വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. അപ്പോൾ അവർ കേട്ടതായിട്ടുള്ള വിശ്വാസം, അതിൽ വിശ്വാസത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്, ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന്, അതായത് വിശ്വാസത്തിൽ നിന്നും തെന്നി മാറി അവിശ്വാസത്തിലേക്ക് പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ശ്രദ്ധയോടെ ശരിയായിട്ടുള്ള വിശ്വാസം, രക്ഷാകരമായിട്ടുള്ള വിശ്വാസം, അത് ശ്രദ്ധയോടെ നാം കരുതിക്കൊണ്ടില്ല എങ്കിൽ ഒഴുകിപ്പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. മാത്രമല്ല കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമ്പോൾ, നാം പലപ്പോഴും പറയാറുള്ള വാക്യമാണ്. അപ്പോൾ വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്, വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജനലക്ഷങ്ങൾ അല്ലെങ്കിൽ കോടികൾ ഈ ലോകത്ത് ജീവിക്കുകയും, എന്നാൽ ഈ വിശ്വാസത്തിൽ നിന്ന് ഒഴുകിപ്പോകുവാനോ, അതല്ല വിശ്വാസം ദൈവം സ്വീകരിക്കാത്തതായുള്ളൊരു വിശ്വാസത്തിന്റെ തലത്തേക്ക് അതിന്റെ ഗുണം മാറിപ്പോവുകയോ ചെയ്യാനായിട്ടുള്ള സാധ്യത ഉണ്ട് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഈ എബ്രായർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തില് ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയുന്ന അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവിൻ, സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയുന്ന ഒരു അവിശ്വാസമുള്ള ഹൃദയം, ദുഷ്ടഹൃദയം നമ്മളിൽ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയും അവിടെ ദൈവവചനം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് യൂദാ പറയുമ്പോൾ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസം എന്നാണ് പറയുന്നത്. അപ്പോൾ രക്ഷാകരമായ വിശ്വാസം എന്ന് പറയുന്നത്, അതിനെക്കുറിച്ച് വചനം പറയുന്നത്, അത് അതിവിശുദ്ധ വിശ്വാസം. ഒരു പാപിയെ ശുദ്ധീകരിച്ച് ദൈവത്തിന് മക്കളാക്കി തീർത്ത് വീണ്ടും അവനെ ഈ ലോകത്തിൽ നടത്തി ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നിഷ്കളങ്കനായി തീർത്ത് നിത്യതയിൽ ദൈവത്തോട് ചേരുന്നതായിട്ടുള്ള ആ വിശ്വാസത്തെക്കുറിച്ച് പറയുന്നത്, അത് അതിവിശുദ്ധമായ വിശ്വാസം. വിശ്വാസത്തെക്കുറിച്ച് വിശ്വാസം എന്ന് പറഞ്ഞാൽ പോരെ, അല്ല എങ്കിൽ വിശുദ്ധ വിശ്വാസം എന്ന് പറഞ്ഞാൽ പോരെ, അതുമല്ലെങ്കിൽ എന്നാൽ അതിന് പകരം ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതിവിശുദ്ധ വിശ്വാസം. രണ്ട് വിശേഷണങ്ങളാണ് വിശ്വാസത്തിന് ഇവിടെ കൊടുത്തിരിക്കുന്നത്, നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ, എന്നാൽ നിങ്ങളുടെ വിശ്വാസം എന്ന യാഗമർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എന്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും, നിങ്ങളോട് എല്ലാവരോടും കൂടി സന്തോഷിക്കും. അപ്പോൾ വിശ്വാസം എന്ന യാഗമർപ്പിക്കുന്ന ശുശ്രൂഷയിൽ, അപ്പൊ നമ്മള് യാഗത്തെക്കുറിച്ചൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പഴയ നിയമകാലത്ത് യാഗങ്ങൾ ഉണ്ടായിരുന്നു. പുതിയ നിയമത്തിലെ യാഗങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ശരീരങ്ങളെ യാഗമായി സമർപ്പിക്കുന്നതിനെ കുറിച്ച് പറയുന്നതിന് അങ്ങനെയൊക്കെ ഉണ്ട്. എന്നാൽ ഇങ്ങനെ മറ്റൊരു യാഗവും കൂടെയുണ്ട്, നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം. അതായത് രക്ഷാകരമായ വിശ്വാസം എന്ന് പറയുന്നത് ഒരു യാഗം അർപ്പിക്കുന്നതിനോട് അല്ലെങ്കിൽ യാഗമായി തീരുന്നതിനോട് തുല്യമായ ഒരു കാര്യമാണ്. നമുക്ക് നമ്മുടെ വിശ്വാസത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മനുഷ്യനെ രക്ഷിക്കുന്നതായിട്ടുള്ള ആ സുവിശേഷത്തിലുള്ള വിശ്വാസത്തെക്കുറിച്ചോ അത് ഒരാൾ യാഗമായി തീരുന്നതാണ് എന്ന് ഒരു ബോധ്യം നമുക്ക് വന്നിട്ടുണ്ടോ? അങ്ങനെയുണ്ടോ? അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? നമ്മളെന്താ ചിന്തിക്കുന്നത്? യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പോൾ ആ വിശ്വസിക്കുക എന്ന് പറയുന്ന വിശ്വാസത്തിന്റെ ആഴവും നീളവും ഉയരവും അല്ലെങ്കിൽ അതിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് നമ്മുടെ മാനുഷിക ചിന്തകൾക്ക് അതീതമായി ദൈവാത്മാവ് നമ്മിൽ വെളിപ്പെടുത്തി തരുന്നതായിട്ടുള്ള ആഴമേറിയ ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു വിശ്വാസം മാത്രമേ മനുഷ്യനെ രക്ഷിക്കുകയുള്ളൂ. അങ്ങനെ ഒരു വിശ്വാസം മാത്രമേ കർത്താവിന്റെ പ്രത്യക്ഷതയിൽ അവനെ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായിട്ട് നിർത്തുവാനും ഇടയാകുകയുള്ളൂ. അപ്പൊ നമ്മുടെ വിശ്വാസത്തെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഒന്ന് പരിശോധിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. വിശ്വാസത്തെ ഒന്ന് പരിശോധിക്കണം. വേണോ? നമ്മുടെ വിശ്വാസം നിർവ്യാജമായിട്ടുള്ള വിശ്വാസമല്ല എങ്കിൽ, രക്ഷാകരമായിട്ടുള്ള വിശ്വാസമല്ല എങ്കിൽ, നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നതായിട്ടുള്ള വിശ്വാസമല്ല എങ്കിൽ, ദൈവത്തിന്റെ നീതി, ദൈവനീതി നമ്മളുടെ പേരിൽ കണക്കെടുക്കത്തക്ക ഗൗരവമുള്ള ഒരു വിശ്വാസമല്ല എങ്കിൽ ആ വിശ്വാസം കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകുകയില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ശരി,
ബൈബിളിൽ എങ്ങനെ 1, 2, 3, 4 എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസത്തെ ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള വഴികളൊന്നും പറഞ്ഞു തന്നിട്ടില്ല. എന്നാൽ വചനത്തിലെ പ്രമാണങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ ചിന്തിക്കാം. നമ്മുടെ വിശ്വാസത്തിൻ്റെ പരിശോധന എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. വിശ്വാസത്തിൻ്റെ പരിശോധന യാക്കോബ് എഴുതിയ ലേഖനത്തിലുണ്ട്, പത്രോസ് എഴുതിയ ലേഖനത്തിൽ, ബൈബിളിലുടനീളം വിശ്വാസത്തിൻ്റെ പരിശോധനയെക്കുറിച്ച് നേരിട്ടും അല്ലാതെയും ഒക്കെയും പറയുന്നുണ്ട്. പരിശോധന വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ, അതെന്തുമായിക്കൊള്ളട്ടെ, രോഗമോ മരണമോ സാമ്പത്തിക പ്രശ്നങ്ങളോ, അങ്ങനെ ഈ ലോകത്തിൽ മനുഷ്യർ സാധാരണഗതിയിൽ നേരിടുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു പരിശോധനയാണ് അവിടെ നടക്കുന്നത്. എന്താണ് നമ്മുടെ പ്രതികരണം എന്ന് നോക്കിയാൽ, നമ്മുടെ വിശ്വാസം ഒരു യാഥാർത്ഥ്യമാണോ അതെയോ വെറും പുറംപൂച്ച് എന്ന് പറയില്ലേ, പുറംപൂച്ച്, അല്ലെങ്കിൽ ഉള്ളിൽ കാമ്പില്ലാതെ നമ്മളൊക്കെ ഈ കാണിക്കാനായിട്ട് മേശപ്പുറത്തൊക്കെ ഈ വാഴപ്പഴവും ഓറഞ്ചും ആപ്പിളും ഒക്കെ ഇങ്ങനെ മെഴുകുകൊണ്ടുണ്ടാക്കിയത് പ്രദർശിപ്പിക്കാറുണ്ട്. അതുപോലെ അതെടുത്ത് നമുക്ക് ആർക്കും കണ്ടാൽ അത് നമുക്ക് തിന്നാൻ തോന്നും, അത് ഒറിജിനലാണെന്ന് തോന്നും. എന്നാൽ അത് എടുത്തു കഴിയുമ്പോൾ അതിന് കനവുമില്ല, അത് തിന്നാനായിട്ട് സാധിക്കുകയുമില്ല എന്ന് പറഞ്ഞതുപോലെ വിശ്വാസത്തിൻ്റെ പേര് മാത്രമുണ്ടായി, വിശ്വാസി എന്നുള്ള ഒരു പേര് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള യാതൊരു ഗുണവുമില്ലാതെ ഉള്ള ഒരു ജീവിതമാണോ നമ്മുടെ ജീവിതം എന്ന് അറിയുന്നത് നമ്മൾ വിവിധ പരീക്ഷകളിലൂടെ കടന്നു പോകുമ്പോഴാണ്. എങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിക്കാത്തതായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ നാം ഏറ്റുമുട്ടുമ്പോൾ നാം എവിടെയാണ് നിൽക്കുന്നത്? പെട്ടെന്ന് ഒരു താൽക്കാലികമായിട്ടൊരു പക്ഷേ പ്രയാസമൊക്കെ ഉണ്ടായിരിക്കാം. എന്നാൽ ആ പ്രയാസത്തിലും ദുഃഖത്തിലും നിലനിൽക്കുകയും ദൈവത്തെ തള്ളിപ്പറയുന്നതായിട്ടുള്ള ഒരു മനോഭാവത്തിലുമാണോ, അല്ലെങ്കിൽ വിശ്വാസത്തെ തള്ളിക്കളയുന്നതായിട്ടുള്ള ഒരു രീതിയിലാണോ നമ്മൾ പോകുന്നത്? നമ്മൾ ആവലാതിയും വേവലാതിയും പൂണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളങ്ങനെ ഭാരങ്ങളും പേറിയാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ പരാതിയും പിറുപിറുപ്പും ആയിട്ടാണ് നാം നമ്മുടെ ജീവിതത്തിൽ ജീവിക്കുന്നതെങ്കിൽ നാം യഥാർത്ഥത്തിലുള്ള ഒരു വിശ്വാസത്തിലല്ല എന്ന് നമ്മളെക്കുറിച്ച് തന്നെ നമ്മൾ പരിശോധിക്കേണ്ടത്, നമ്മളെക്കുറിച്ച് തന്നെ നമ്മൾ ബോധ്യപ്പെടേണ്ടത് ആവശ്യമാണ്. ഇസ്രായേൽ ജനത്തെക്കുറിച്ച് പറയുമ്പോഴും എബ്രായർക്ക് എഴുതിയ ലേഖനത്തിലെ 3-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്: 40 ആണ്ട് ആരോട് ക്രോധിച്ചു? പാപം ചെയ്തവരോടല്ലയോ? അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ആണയിട്ടത് അനുസരണം കെട്ടവരോടല്ലാതെ പിന്നെ ആരോടാകുന്നു? ഇങ്ങനെ അവിശ്വാസം നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല എന്ന് നാം കാണുന്നു. അവിടെ അനുസരണക്കേടിനെ കുറിച്ച് പറഞ്ഞു വന്നിട്ട് അടുത്ത വാക്യം പറയുന്നത് അവരുടെ അവിശ്വാസ നിമിത്തം. അപ്പോൾ അവരുടെ അനുസരണവും അനുസരണക്കേടും അടിസ്ഥാനപ്പെട്ടത് ഏത് കാര്യത്തിലാ? വിശ്വാസത്തിലാണ്, അല്ലെങ്കിൽ അവിശ്വാസത്തിലാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവകൽപ്പനകളോടുള്ള നമ്മളുടെ അനുസരണം എന്ന് പറയുന്നത് അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു ടെസ്റ്റാണ്. നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എന്ന് പറയുമ്പോൾ എല്ലാത്തിനെക്കുറിച്ചും എല്ലായ്പ്പോഴും വിചാരപ്പെട്ടുകൊണ്ടാണ് നാം ഇരിക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം നാം കർത്താവിന് വിട്ടുകൊടുക്കാതെ, അല്ലെ? ഇബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ നിങ്ങളുടെ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നതായിട്ടുള്ള ഓട്ടം സ്ഥിരതയോടെ ഓടുക. അപ്പോൾ പരാതിയും പിറുപിറുപ്പും പരിഭവമായിട്ടാണ് നമ്മളുടെ ജീവിതം മുന്നോട്ട് പോകുന്നതെങ്കിൽ നമ്മളുടെ വിശ്വാസം എന്ന് പറയുന്നത് കാമ്പില്ലാത്തൊരു വിശ്വാസമാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം, ജീവിതത്തിലെ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് നമ്മെ ബാധിക്കും. എന്നാൽ എല്ലാ സന്ദർഭങ്ങളിലും പൗലോസപ്പോസ്തലന് പ്രശ്നങ്ങൾ വന്നപ്പോൾ പൗലോസപ്പോസ്തലനെ എങ്ങനെയാ ബാധിച്ചേ? പൗലോസപ്പോസ്തലൻ എന്താ പറഞ്ഞേ?
വിശന്നിരിക്കാനും സമൃദ്ധിയായിരിക്കാനും എനിക്കറിയാം, അല്ലേ? ഏത് നിലയിലിരിക്കാനും എനിക്കറിയാം. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, യഥാർത്ഥത്തിലുള്ള വിശ്വാസം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നതായിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ ജീവിതത്തിൽ കടന്നു പോകുന്നതായിട്ടുള്ള ഏത് പ്രതിസന്ധിയിലും അവരെപ്പോഴും ധൈര്യമായിട്ട് തന്നെ ഇരിക്കും. അവർക്ക് പിറുപിറുപ്പിൻ്റെതായിട്ടുള്ള പ്രശ്നമില്ല, അവർക്ക് നിരാശയുടേതായിട്ടുള്ള പ്രശ്നമില്ല. വിശ്വാസത്തിന്റെ ഒരു വലിയ ശത്രു എന്തെന്നറിയാവോ? നമ്മുടെ ജീവിതത്തിലെ നാളെ എന്താകും എന്ന് പറയുന്നതായിട്ടുള്ള നമ്മുടെ ആകുലതകളാണ്. നാളത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ആരോഗ്യം എങ്ങനെയാകും, നമ്മുടെ സാമ്പത്തിക അവസ്ഥ എങ്ങനെയാകും, കടം വരുമോ പോകുമോ, കടം വീട്ടാനായിട്ട് സാധിക്കുമോ, മക്കളുടെ വിദ്യാഭ്യാസം എന്താകും, മക്കളുടെ ഭാവി എന്താകും, കല്യാണം എന്താകും. പിന്നെ അങ്ങനെ ദൈനംദിന ജീവിതത്തിൽ നമ്മളങ്ങനെ നൂറുകണക്കിന് കാര്യങ്ങളെക്കുറിച്ച് ഭാരപ്പെട്ട് ജീവിക്കുന്ന ഒരു ജീവിതമാണെങ്കിൽ അത് വിശ്വാസത്തിലുള്ളൊരു ജീവിതമല്ല. വിശ്വാസത്തിലുള്ളൊരു ജീവിതമാകുന്ന ആളുകൾ എന്താ പറയുന്നതെന്നറിയാമോ? അവർക്ക് അതിനെക്കുറിച്ച് ഭാരപ്പെടാനായിട്ട് യാതൊരു ആവശ്യമില്ല. കാരണം അവർക്ക് സ്വർഗത്തിൽ ഒരു പിതാവുണ്ട്, ഒരു അപ്പനുണ്ട് എന്നുള്ള ഒരു വിശ്വാസം അവരുടെ ഹൃദയത്തിലുണ്ട്. വയലിലെ താമരയും ആകാശത്തിലെ പറവുകളെയും പോറ്റുന്നതായിട്ടുള്ള ഒരു അപ്പൻ അവർക്ക് സ്വർഗത്തിലുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടുവാനായിട്ടില്ല. അവര് രാജ്യവും നീതിയും അന്വേഷിക്കുക, ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. ദൈവരാജ്യം എന്ന് പറയുന്ന ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമാണ്. അതിന്റെ പിന്നാലെ പോകും. ദൈവത്തിന്റെ രാജ്യത്തിന്റെ പിന്നാലെ, നീതിയുടെയും സമാധാനത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെയും സന്തോഷത്തിന്റെയും പിന്നാലെ അവർ പോകും. അവര് ഭാരങ്ങളൊന്നുമായിട്ട് അവര് മുമ്പോട്ട് പോവുകയില്ല. അപ്പോൾ നമ്മുടെ ജീവിതം ഒരു ആകുലതകൾ നിറഞ്ഞ് സമാധാനമില്ലാത്ത, സ്വസ്ഥതയില്ലാത്ത ഒരു ജീവിതമാണെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൽ എവിടെയോ ഒരു പെശകുണ്ട്. നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലേ, ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. അപ്പോൾ നമ്മുടെ വിശ്വാസം അധിഷ്ഠിതമായിരിക്കുന്നത് ഈ ലോകത്തിലെ കാര്യങ്ങളെ കുറിച്ചാണെങ്കിൽ അത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതായുള്ള വിശ്വാസമല്ല. ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതായുള്ള വിശ്വാസം അത് കാണാത്ത കാര്യങ്ങളാണ്, കാണാൻ പറ്റാത്ത കാര്യങ്ങളാണ്, അത് വരുവാനുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നാം ഇവിടുത്തെ നമ്മുടെ ദൈനംദിന പ്രശ്നങ്ങളെ കുറിച്ചാണെങ്കിൽ അതൊക്കെ കാണുന്നതാണ്, അല്ലേ? നമുക്ക് ഇവിടെ നമ്മുടെ മുൻപിൽ കാണാവുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മുമ്പിലുള്ളതെല്ലാം. എന്നാൽ വിശ്വാസം, രക്ഷാകരമായിട്ടുള്ള വിശ്വാസം, ദൈവത്തിന്റെ നീതി, ദൈവിക നീതി നമ്മളുടെ മേൽ കണക്കിടുവാനായിട്ട് കാരണമാകുന്നതായിട്ടുള്ള ആ നീതിക്ക് അടിസ്ഥാനമായിട്ടുള്ള വിശ്വാസം എന്ന് പറയുന്നത് ഇവിടെയുള്ള എനിക്ക് മാർക്ക് കിട്ടുവോ, ജോലി കിട്ടുവോ, ശമ്പളം കിട്ടുവോ, പ്രൊമോഷൻ കിട്ടുവോ, രോഗം സൗഖ്യമാകുവോ, അല്ലെങ്കിൽ അങ്ങനെയുള്ളതായിട്ടുള്ള യാതൊരു വിഷയങ്ങളും ഈ വിശ്വാസവുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയങ്ങളല്ല. പക്ഷേ ഇന്ന് നമ്മൾ വിശ്വാസത്തെ കൊണ്ട് കെട്ടിയിരിക്കുന്നത് എവിടെയാണെന്നറിയാമോ? ഇങ്ങനെയുള്ള ഭൗതിക കാര്യങ്ങളെ കുറിച്ചാ. സഹോദര, സഹോദരി, നിന്റെ പ്രശ്നങ്ങൾ മാറുമെന്ന് നീ വിശ്വസിക്കുന്നുവോ? നീ വിശ്വസിക്കുക, സംശയിക്കാതെ വിശ്വസിക്കുക. എന്തിനെ കുറിച്ചാ? എല്ലാം ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാ. അപ്പോൾ വിശ്വാസത്തെ അതിന്റെ യഥാർത്ഥമായിട്ടുള്ള തലത്തിൽ നിന്നും എടുത്ത് നമ്മളുടെ ഭൗതിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള, നമ്മുടെ ആകുലതകൾ പരിഹരിക്കുന്നതിനുള്ള ഒരു മുഖാന്തരമായിട്ട്, നമ്മുടെ ജടികമായിട്ടുള്ള മോഹങ്ങൾ, അല്ലേ? ഒരു കാറ് കിട്ടും, അല്ലെങ്കിൽ 10 ലക്ഷം രൂപയുടെ 20 ലക്ഷം രൂപയുടെ കാറ് കിട്ടും എന്ന് വിശ്വസിക്കുക, 2 നില വീട് പണിയുമെന്ന് വിശ്വസിക്കുക. ഇതൊക്കെയാണ് ആളുകൾ ഇന്ന് വിശ്വാസം എന്ന് പറയുമ്പോൾ ആളുകളുടെ മനസ്സിലേക്ക് വരുന്നത്. എന്നാൽ വിശ്വാസം, യഥാർത്ഥത്തിലുള്ള വിശ്വാസം അതും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് ശരി. അപ്പോൾ വിശ്വാസത്തിന്റെ ഒരു തെളിവ്, ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ സ്വസ്ഥതയിലാണോ ജീവിക്കുന്നത്? എന്ത് പ്രതിസന്ധി വന്നാലും, പ്രതിസന്ധി വരുമ്പോൾ നമുക്ക് 2 രീതിയിൽ പോകാനായിട്ട് കഴിയും. ഒന്നുകിൽ മത്സരിച്ച് പിറുപിറുത്ത് ഇസ്രായേൽ ജനം പോയതുപോലെ അവിശ്വാസത്തിൽ നമുക്ക് പോകാം. അതല്ലെങ്കിൽ നിരാശനായി പ്രതീക്ഷ നഷ്ടപ്പെട്ട് അങ്ങനെ വേറൊരു രീതിയിലും പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഈ 2 രീതിയിലും പോകാതെ എൻ്റെ കർത്താവ് എനിക്ക് തുണ, ഞാൻ ഭയപ്പെടുകയില്ല. എൻ്റെ പിതാവ്, ജാതികളാണ് അവരുടെ ദൈനംദിന ആവശ്യത്തെക്കുറിച്ചൊക്കെ അവർ ഭാരപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നത്. നമ്മൾ ജാതികളല്ല, ജാതികൾക്ക് പിതാവില്ല. നമുക്ക് സ്വർഗത്തിലൊരു പിതാവുണ്ട്. ആ പിതാവ് നമുക്ക് വേണ്ടി എല്ലാം നടത്തി തരുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നുവെങ്കിൽ നമ്മളുടെ വിശ്വാസം യഥാർത്ഥമായിട്ടുള്ളൊരു വിശ്വാസമാണ്. അസ്വസ്ഥത നാം അനുഭവിക്കുന്നുവെങ്കിൽ
നമ്മുടെ വിശ്വാസം സ്വസ്ഥമായിട്ട് ശരിയായിട്ടുള്ളൊരു വിശ്വാസമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പിന്നെ മറ്റൊരു ടെസ്റ്റ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന്റെ 22 മുതലുള്ള വാക്യങ്ങളിൽ സർവ്വസൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടിരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശയോ പ്രത്യാശയല്ല, ഒരുത്തൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നത് എന്തിന്? ഇപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് അങ്ങനെ കർത്താവിനോട് ചേർന്ന് കർത്താവിനോട് ചേർന്ന് നാം നിത്യതയിലായിരിക്കുന്നതിനെ കുറിച്ച് ഒരു വലിയ ആകാംക്ഷ അല്ലെ ഞരങ്ങുന്നു. അപ്പൊ നമ്മുടെ ഈ ലോകത്തിലെ ജീവിതത്തിൽ നമ്മൾ ദിനംതോറും നമ്മളുടെ ഉള്ളിൽ ഒരു ഞരക്കമുണ്ടാകുക. എന്താണ്? എൻ്റെ ശരീരത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടിയിട്ട് എൻ്റെ താതൻ എന്ന് വരും, എന്ന് നീ വരും, എന്നെ ചേർക്കും. നമുക്കറിയാം നമ്മുടെ ശരീരത്തില് നന്മ വസിക്കാത്ത, വീണുപോകാവുന്ന, പാപത്തിൽ വീണുപോകാൻ സാധ്യതയുള്ളതായ ഒരു ശരീരമാണ് നമ്മുടെ ശരീരം. നാം ഈ ലോകത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം നാം ഈ ശരീരം കൊണ്ട് പാപം ചെയ്ത് ദൈവത്തെ ദുഃഖിപ്പിക്കുവാനായിട്ടുള്ള എല്ലാ സാധ്യതകളും എല്ലാ ദിവസവും ഉണ്ട്. അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിച്ചിരിക്കുന്ന, അതായത് ദൈവത്തിന്റെ നീതി നമ്മളുടെ മേൽ കണക്കിടുവാനായിട്ട് പര്യാപ്തമായ ആ വിശ്വാസമുള്ള ഒരാള് അവരെന്താ ആഗ്രഹിക്കാന്നറിയോ? കർത്താവേ, എൻ്റെ ഈ ശരീരം, ഇതില് നന്മയൊന്നുമില്ല, ഇത് പാപത്തോട് താല്പര്യമുള്ള ഒരു ശരീരമാണ്. എന്നാൽ എൻ്റെ ഈ ശരീരത്തിന്റെ ഒരു വീണ്ടെടുപ്പിന് വേണ്ടി ഒരു സമയമുണ്ട്. ആ വീണ്ടെടുപ്പിനായിട്ടുള്ള ഞരക്കം, കർത്താവിനോട് ചേരുന്ന ആ ദിവസത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഞരക്കം, ഒരു ആകാംക്ഷ. എന്തെങ്കിലും കിട്ടിയില്ല എന്നുള്ള പെറുപെറുപ്പല്ല, മറിച്ച് ഈ പാപകരമായ ശരീരത്തിലും ഈ ലോകത്തിൽ നിന്നും എൻ്റെ കർത്താവ് എന്നെ വീണ്ടെടുത്ത് എന്നെ തേജസ്കരിച്ച തേജസ്സിലേക്ക് നടത്തുമെന്നുള്ളതായിട്ടുള്ള അതിനുവേണ്ടിയുള്ള ഒരു ഞരക്കം. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ഞരക്കമുണ്ടെങ്കിൽ, അങ്ങനെ ഒരു പ്രത്യാശയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശയല്ല, കാണുന്നതിനായിട്ട് ഇങ്ങനെ എന്തിനു പ്രത്യാശിക്കുന്നു? അവിടെയും കാണാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രത്യാശ, നമ്മുടെ ശരീരത്തിന് വീണ്ടെടുപ്പ്, ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നതായിട്ടുള്ളൊരു കാര്യം, അതിനു വേണ്ടിയിട്ട് ഒരുക്കപ്പെട്ട ഹൃദയമുള്ള ആളുകളാണ് നാമെങ്കിൽ നമ്മളുടെ വിശ്വാസം കാമ്പുള്ളതാണ്. ഇതിന്റെ മറുവശം എന്താ? എനിക്ക് ഈ ലോകത്തിൽ കുറെ കാലം കൂടെ ജീവിക്കണം, ഈ ലോകത്തിന്റെ സുഖങ്ങളും ഇവിടുത്തെ മോഹങ്ങളും ഒക്കെ ആസ്വദിച്ച് നിവൃത്തിയില്ലാതെ വന്നാൽ പരമാവധി ഇവിടെ ജീവിച്ച് ആസ്വദിച്ച് അവസാനം നിവൃത്തിയില്ലാതെ വന്നാൽ കർത്താവിന്റെ അടുക്കിലേക്ക് പോകും. പ്രിയമുള്ളവരെ, കർത്താവ് എത്രയും പെട്ടെന്ന് വരണം എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അത് ഈ ലോകത്തിലെ കഷ്ടങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, കർത്താവിനോടുള്ള സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ നാഥനെ കാണാനായിട്ടുള്ള ആ ആകാംക്ഷയുടെ അടിസ്ഥാനത്തിൽ കർത്താവിന്റെ വരവിന് വേണ്ടി നോക്കിയിരിക്കുന്നതായിട്ടുള്ള ഒരു വിശ്വാസം നമ്മളിലുണ്ടോ? അത് ശരിയായ വിശ്വാസമാണ്. ഒരാൾ കൈപൊക്കി, ചാടി കൈപൊക്കി. ശരത്ത് കഴിഞ്ഞ ആഴ്ചയും ശരത്ത് കൈപൊക്കിയിരുന്നു, വേറെ ആർക്കും കൈപൊക്കാനായിട്ട് ധൈര്യമില്ല. നമുക്ക് ഒത്തിരി ആഗ്രഹങ്ങൾ നമ്മൾ ഈ ലോകത്തിൽ അവശേഷിപ്പിച്ചിട്ടുണ്ട് അല്ലേ? നമ്മളെക്കുറിച്ച്, നമ്മുടെ മക്കളെക്കുറിച്ച്, നമ്മുടെ ജോലിയെക്കുറിച്ച്, പ്രൊമോഷനെ കുറിച്ച്, വീടിനെ കുറിച്ച്, കാറിനെ കുറിച്ച്, അങ്ങനെ ഒത്തിരി മോഹങ്ങൾ ഈ ലോകത്തിൽ അവശേഷിപ്പിച്ചിട്ട് ഒത്തിരി പ്ലാനുകളൊക്കെ ആയിട്ട്, ഈ ലോകത്തിലെ പ്ലാനുകളൊക്കെ ആയിട്ടാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. അതല്ലാതെ കർത്താവിന്റെ വരവിന് വേണ്ടിയോ, അല്ലെങ്കിൽ ഈ പാപകരമായിട്ടുള്ള ശരീരത്തിൽ നിന്ന് ഒരു വിടുതൽ എനിക്ക് ലഭിച്ചിട്ട് പാപമില്ലാത്ത, ദോഷം ചെയ്യാത്ത, തേജസ്കരിക്കപ്പെട്ടതായിട്ടുള്ള ഒരു ശരീരത്തിനുടമയായി കർത്താവിനോട് കൂടി ഇരിക്കാനുള്ള ആഗ്രഹം നമ്മളിൽ ഇല്ല എങ്കിൽ നമ്മളുടെ വിശ്വാസത്തെ ഒന്ന് നമ്മൾ പരിശോധിക്കണം. അത് ദൈവിക നീതി നമ്മുടെ മേൽ കണക്കിടുവാനായിട്ട് പര്യാപ്തമായ വിശ്വാസമല്ല. ശരി, സമയം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ടെസ്റ്റ് എന്ന് പറയുന്നത് പാപത്തോടുള്ള നമ്മുടെ മനോഭാവം എന്നുള്ളതാണ്.
നമ്മുടെ വിശ്വാസം ഒരു യാഥാർത്ഥ്യമാണ് എങ്കിൽ പാപത്തെ നമ്മൾ വെറുക്കും. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം നിങ്ങൾ എതിർത്ത് നിന്നിട്ടില്ല. പാപത്തെ താലോലിക്കുന്ന, അല്ലെങ്കിൽ ആർക്ക് ഒക്കെ നന്നായി ജീവിക്കാൻ പറ്റും, ആരാ അങ്ങനെ ജീവിക്കുന്നേ എന്ന് ചോദിക്കുകയും സ്വന്തം പാപത്തെ ന്യായീകരിക്കുകയും ലഘൂകരിക്കുകയും ചെയ്യുന്ന ഒരു മനോഭാവം നമുക്കുണ്ടെങ്കിൽ നമ്മൾ യഥാർത്ഥ വിശ്വാസത്തിലല്ല, രക്ഷാകരമായ വിശ്വാസത്തിലല്ല, ദൈവത്തിന്റെ നീതി നമ്മളുടെ മേൽ കണക്കെടുത്തക്ക രീതിയിലുള്ള ഒരു വിശ്വാസത്തിലല്ല. പാപത്തെ ദൈവം കാണുന്നത് പോലെ കർത്താവ് നമ്മിൽ വസിക്കുമ്പോൾ നമ്മൾ ജീവിക്കുന്നില്ല, കർത്താവാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നാം പാപത്തെ കാണുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മിൽ വസിക്കുന്നതായിട്ടുള്ള കർത്താവ് പാപത്തെ കാണുന്നത് പോലെയാണ് ആയിരിക്കണം. അങ്ങനെ പാപത്തെ കാണാനായിട്ട് നമുക്ക് താല്പര്യമുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു മനോഭാവം നമുക്കുണ്ടോ? ഒരു പാപത്തിൽ അകപ്പെട്ടു പോയാൽ ഉടനെ തന്നെ അതിനെക്കുറിച്ചൊരു ഭയങ്കര ഒരു വേവലാതി, അതിനെക്കുറിച്ചൊരു ദുഃഖം, ഒരു മാനസാന്തരം, അങ്ങനെയൊക്കെ നമ്മുടെ ഹൃദയത്തിൽ വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ക്രിസ്തു നമ്മിൽ ജീവിക്കുന്നുണ്ട്, ദൈവിക ജീവൻ നമ്മിലുണ്ട്. വിശ്വാസത്തിന്റെ ഫലമാണത്. നാം വിശ്വസിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന് നമ്മെ ദൈവത്തിന്റെ മക്കളാക്കി തീർക്കുന്നു, അല്ല എങ്കിൽ ദൈവിക ജീവന് നമ്മൾ പങ്കാളികളായി തീരുന്നു എന്നാണല്ലോ നാം വായിക്കുന്നതും പഠിച്ചിട്ടുള്ളതും ഒക്കെ. അങ്ങനെയെങ്കിൽ ഈ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ, ആ ആത്മീക ജീവൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ പാപത്തോട് പൊരുത്തപ്പെടുവാനോ പാപത്തെ ന്യായീകരിക്കുവാനോ പാപത്തിൽ ജീവിക്കുവാനോ നമുക്ക് കഴിയുകയില്ല എന്ന് മാത്രമല്ല, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഉടനെ തന്നെ മാനസാന്തരപ്പെട്ട് യഥാസ്ഥാനപ്പെടുന്നതായിട്ടുള്ള ഒരു അവസ്ഥ നമ്മളിൽ ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളുടെ വിശ്വാസം ശരിയായ വിശ്വാസമാണ്. പിന്നെയും നാലാമതൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. സമയം കഴിഞ്ഞു പോയല്ലോ. ഇപ്പോൾ ജനിച്ച്, പത്രോസ് എഴുതിയ ലേഖനത്തിൽ ചിലതൊക്കെ ത്യജിച്ചിട്ട് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ എന്ന് നമ്മൾ വായിക്കുന്നത്. നമ്മൾ ഒത്തിരി പറഞ്ഞിട്ടുള്ളതായിട്ടുള്ളൊരു വാക്യമാണ്, അതുകൊണ്ട് വായിക്കേണ്ട. എല്ലാ ദുഷ്ടതയും, സകല ദുഷ്ടതയും, വ്യാജഭാവവും, അസൂയയും, നുണയും എല്ലാം നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. നമ്മളിൽ യഥാർത്ഥത്തിലുള്ളൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ദൈവവചനത്തോടുള്ള ഒരു ആക്രാന്തം, വിശന്നിരിക്കുന്ന ഒരു കുഞ്ഞു പൈതൽ അതിന് പാലിന് വേണ്ടി കാണിക്കുന്ന ഒരു ആക്രാന്തം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? ദൈവവചനത്തിന് വേണ്ടിയിട്ടുള്ള അങ്ങനെ ഒരു ആക്രാന്തം നമ്മുടെ ഹൃദയത്തിലുണ്ടോ? ദൈവവചനം ധ്യാനിക്കുവാനും ദൈവത്തിന് എന്നോട് സംസാരിക്കാനായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാനും, വെറുതെ കേൾക്കാനല്ല. അങ്ങനെയുണ്ട് കേട്ടോ കേൾവി. ഒരു ഉദാഹരണം പറഞ്ഞാല്, ഞാൻ റോബിൻ സഹോദരനോട് രാവിലെ ഒരു കാര്യം പറഞ്ഞു എന്ന് വിചാരിക്കുക. സഹോദര, ഇങ്ങനെയൊരു കാര്യം ചെയ്യാമോ? സഹോദരൻ ചെയ്തില്ല. ഉദാഹരണമാണ്, ആരും സഹോദരൻ്റെ പിന്നാലെ പോകണ്ട. ചെയ്തില്ല, ചെയ്യാൻ താല്പര്യവുമില്ല. കുറച്ച് കഴിഞ്ഞേച്ച് സഹോദരൻ വന്ന് എന്നോട് പറയുക, സഹോദരൻ ഞാൻ എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത്? അപ്പം ഞാൻ പറയുന്നു, രാവിലെ പറഞ്ഞത് ചെയ്തില്ല, ചെയ്യാൻ പല കാര്യങ്ങളുണ്ട്. അല്ല, എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടി ചെയ്യാൻ വേണ്ടി ചോദിച്ചതല്ല. എങ്ങനെയുണ്ട്, ഞാൻ എന്തെങ്കിലും പിന്നെ പറയുമോ എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മളുടെ വചന പഠനം എന്ന് പറയുന്നത്. നമ്മൾ വചനം പഠിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ദൈവത്തിന് എന്തിനൊക്കെ എന്നോട് പറയാനുണ്ടോ എന്ന് കേൾക്കണം. പക്ഷെ അനുസരിക്കാൻ യാതൊരു വക താല്പര്യമില്ല. ദൈവം ഒരിക്കലും സംസാരിക്കില്ല. നമ്മുടെ ബുദ്ധിയോട് കുറച്ച് പറയും. അത് ചെറുപ്പക്കാർക്കാണെങ്കിൽ കുറച്ചൊക്കെ ബുദ്ധിയിൽ നിൽക്കും. പ്രായമായവർക്കാണെങ്കിൽ ആ ബുദ്ധിയിൽ നിന്ന് പോലും അത് ഉടനെ തന്നെ പോകും.
അതല്ലാതെ നമ്മുടെ ആത്മാവോട് ദൈവാത്മാവ് സംസാരിക്കുകയില്ല. കാരണം നമ്മൾ ദൈവവചനം വായിക്കുന്നതും പഠിക്കുന്നതും കേൾക്കുന്നതും ഒക്കെ അറിവ് സമ്പാദിക്കാനോ ഒക്കെ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ പ്രാർത്ഥന എന്ന് പറയുന്നത്, ഞാൻ പറയുന്നത് പ്രാർത്ഥന എന്ന് പറയുമ്പോൾ രാവിലെ എഴുന്നേറ്റുള്ള പ്രാർത്ഥന, കിടക്കാൻ നേരത്തുള്ള പ്രാർത്ഥനയെ കുറിച്ചല്ല, ഏതെങ്കിലും ഭവനങ്ങളിലൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവിടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെ കുറിച്ചല്ല. അതിനൊക്കെ ഞാൻ പേര് പറയും ആചാര പ്രാർത്ഥന എന്ന്. അതല്ലാതെ ദൈവവുമായിട്ടുള്ള, നാം ജോലി ചെയ്യുമ്പോഴും നടക്കുമ്പോഴും വണ്ടി ഓടിക്കുമ്പോഴും ഒക്കെ നാം ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിൽ, ദൈവത്തോടുള്ള സംസർഗത്തിൽ നാം ഇരിക്കുന്നുവെങ്കിൽ നാം വിശ്വാസത്തിലാണ്. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വാസമർപ്പിച്ച ഒരാൾക്ക് ആ കർത്താവിനോട് സംഭാഷിക്കാനും കർത്താവിൽ നിന്ന് കേൾക്കാനും താല്പര്യമില്ല എന്ന് വന്നാൽ ആ വിശ്വാസം വ്യാജമാണ്. അത് രക്ഷാകരമായുള്ളൊരു വിശ്വാസമല്ല. ഞാൻ പലരെയും ശ്രദ്ധിച്ചിട്ടുണ്ട്. നമുക്ക് തന്നെ ആഴ്ചയിൽ എല്ലാ ദിവസവും മീറ്റിംഗ്, ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടല്ലോ. 2 ദിവസം അതിൽ പ്രയറാണ്. പ്രയറുള്ള ദിവസം ആളുകൾ ഇന്ന് പ്രയറാണ്, ഇന്ന് കയറിയില്ലേലും കുഴപ്പമില്ല, ഇന്ന് പ്രയറാണ്. വചനപഠനമുള്ള ദിവസം കേൾക്കും, കയറും. പ്രയറുള്ള ദിവസം ഇല്ല. അതൊരു കോൺട്രഡിക്ഷനാണ്. അതൊരിക്കലും വരിക എന്ന് പറയുന്നത് അസാധ്യമാണ്. അങ്ങനെ ഞാൻ ആരെയും അങ്ങനെ നോക്കി പറഞ്ഞതൊന്നുമല്ല കേട്ടോ. തങ്ക സിസ്റ്റർ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. വെള്ളിയാഴ്ച പ്രേയറിന് കയറിയില്ല, ഉറങ്ങിപ്പോയതാന്ന് പറഞ്ഞു. ഇന്നലെ കയറി, അത് അവരെ ഉദ്ദേശിച്ച് പറഞ്ഞതൊന്നുമല്ല. ഞാൻ പറയുന്നത് അങ്ങനെ പ്രേയറാണെങ്കിൽ വേണ്ട, വചനമാണെങ്കിൽ കേൾക്കാം. ഇത് രണ്ടും കൂടി ഒരിക്കലും ചേരില്ല സഹോദരന്മാരെ. കാരണം കർത്താവ് ഇങ്ങോട്ട് പറയാനുണ്ടെങ്കിൽ കേൾക്കാം, അനുസരിക്കാനൊന്നും താല്പര്യമില്ല. എനിക്ക് അങ്ങോട്ട് പറയാനും എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നത് ഒരു രക്ഷാകരമായ വിശ്വാസത്തിന്റെ ലക്ഷണമല്ല. അപ്പോൾ നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യൻ എന്ന് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 13-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ കൊരിന്ത്യയിലെ വിശ്വാസികളോട് 1-ാം നൂറ്റാണ്ടിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞപ്പോൾ ഇത്രയും വിശദമായിട്ടൊന്നും പറഞ്ഞില്ല. നിങ്ങൾ കൊള്ളരുതാത്തവരല്ല എന്ന് വരികിൽ എന്നുള്ള ഒറ്റ വാക്കിൽ അത് അവിടെ നിർത്തുകയാണ് ചെയ്യുന്നത്. ഇനി ഓരോ കാര്യത്തെക്കുറിച്ചും ഒത്തിരി വിശദമായിട്ട് എഴുതാൻ സാധിക്കാത്തത് കൊണ്ടാണ് അന്ന് അങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ ഈ ഓരോ വിഷയത്തെ സംബന്ധിച്ചും പുസ്തകങ്ങൾ തന്നെ എഴുതേണ്ടതായിട്ട് വരുമല്ലോ. വളരെ ചുരുക്കമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ നമ്മൾ അതിനെ ഒരല്പം വിശാലമാക്കി ഒരു 4 കാര്യങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുവന്നു. ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും നമ്മുടെ പരീക്ഷ സമയത്ത് അനുഭവിക്കുന്നുവെങ്കിൽ ആ രക്ഷാകരമായ വിശ്വാസം നമ്മളിലുണ്ട്. നമ്മുടെ മോഹങ്ങളൊന്നും ഈ ലോകത്തിലല്ല, നമ്മുടെ മോഹങ്ങളെല്ലാം വരുവാനുള്ള ലോകത്തിൽ, നിത്യതയിലാണ്. ആ നിത്യതയിലേക്ക് പോകുവാനായിട്ടുള്ള ആ ഞരക്കത്തിലാണ് നമ്മളുടെ ഓരോ ദിവസവുമെങ്കിൽ ആ വിശ്വാസം നീതീകരണത്തിന് യോഗ്യമായിട്ടുള്ള വിശ്വാസമാണ്. പാപത്തെക്കുറിച്ചൊരു വെറുപ്പും അവജ്ഞയും, അഥവാ പാപത്തിൽ വീണുപോയാൽ ന്യായീകരിക്കാതെ മാനസാന്തരപ്പെട്ട് യഥാസ്ഥാനപ്പെടാനായിട്ടുള്ള ഒരു തിടുക്കം ഉള്ളയാളാണെങ്കിൽ വിശ്വാസം അവരിലുണ്ട്. ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ പരസ്പര അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ സംസാരം, വചന വായനയിലൂടെയും അതുപോലെ തന്നെ പ്രാർത്ഥനയിലൂടെയും അങ്ങനെ ഒരു ബന്ധം ദൈവവുമായിട്ട് ലൈവായിട്ടുള്ളൊരു ബന്ധമുണ്ടെങ്കിൽ ആ വിശ്വാസം ശരിയായ വിശ്വാസമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസത്തെ നമുക്ക് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ എന്തെങ്കിലും ഒന്ന് ഏറ്റുപറഞ്ഞ് വിശ്വസിച്ചു എന്നുള്ളതല്ല. വിശ്വാസത്തെക്കുറിച്ച് വചനത്തിൽ വായിക്കുമ്പോൾ വിശ്വാസത്തിനും 3 കാലങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്? വിശ്വസിച്ചവർ ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊള്ളണം, വിശ്വാസത്തിൽ നിലനിൽക്കണം, വിശ്വാസത്താൽ ജീവിക്കണം. അപ്പോൾ നമ്മളിൽ രക്ഷാകരമായി ഉടലെടുത്തതായിട്ടുള്ള വിശ്വാസം, ആ വിശ്വാസത്താലാണ് നാം കർത്താവ് വരുന്നതുവരെ അല്ലെങ്കിൽ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നതുവരെ ആ വിശ്വാസത്താലാണ് ജീവിക്കേണ്ടത്. എന്തായിരുന്നു ആ വിശ്വാസം? റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു. എന്താണ് ആ വിശ്വാസം? നമ്മുടെ ഹൃദയത്തിൽ വിശ്വസിക്കണമെന്ന് പറയുന്നത്, നമ്മുടെ നീതീകരണത്തിനായിട്ട് വിശ്വസിക്കണമെന്ന് പറയുന്നത്, കർത്താവായ യേശുവിനെ പിതാവ് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് വിശ്വസിക്കുമ്പോൾ ആ കർത്താവിനോടുകൂടെ നമ്മെയും ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നുള്ളൊരു വിശ്വാസമാണ്. അതാണ് നമ്മെ
നീതീകരിക്കുന്നതായിട്ടുള്ള വിശ്വാസം. ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും, അല്ലെ, ഒരു കഷ്ടം വരുമ്പോൾ നമ്മൾ അന്നേരം ചിന്തിക്കേണ്ടതെന്നറിയാമോ? എനിക്കൊരു ഉയർപ്പുണ്ട്. കഷ്ടങ്ങൾ സാരമില്ല, ദുഃഖങ്ങൾ സാരമില്ല, എനിക്കൊരു ഉയർപ്പ് വരുവാനായിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ ജീവിതത്തിന്റെ എല്ലാ ലക്ഷ്യങ്ങളും നമ്മളെ നീതീകരിക്കുന്നതായിട്ടുള്ള കർത്താവായ യേശുക്രിസ്തുവിലുള്ള ആ ഉയർപ്പിന്റെ വിശ്വാസം, ആ കർത്താവിനോടുകൂടി നാമും ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള വിശ്വാസമാണ് നമ്മെ നീതീകരിക്കുന്നത്. ആ വിശ്വാസം നമ്മെ നിത്യതയിലേക്ക് കൊണ്ടുപോകും. നമുക്ക് തെറ്റുകൾ പറ്റുമ്പോൾ നമ്മൾ സാധാരണ എന്താ ചെയ്യുന്നതെന്നറിയാമോ? നമ്മുടെ നീതീകരണത്തെക്കുറിച്ച് ഒത്തിരിയേറെ കാര്യങ്ങൾ പറയുവാനായിട്ടുണ്ട്. നമ്മൾ തെറ്റ് പറ്റുമ്പോൾ ഇനി നമ്മൾ എല്ലാവരും ചിന്തിക്കും. എങ്ങനെയാ ചിന്തിക്കുന്നത്? ഇനി ഞാൻ പാപം ചെയ്യല, അല്ലേ? ഇനി ഞാൻ പാപം ചെയ്യല, പിന്നെയും അത് തന്നെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യും. പക്ഷേ ഒരു വിശ്വാസി പാപത്തിലകപ്പെട്ടാൽ ഇനി ഞാൻ പാപം ചെയ്യില്ല എന്നല്ല പറയുക. അതൊരു ഭയങ്കര വ്യത്യാസമാണ്. ഇനി ഞാൻ പാപം ചെയ്യില്ല എന്ന് പറയുമ്പോൾ അവിടെ ആരുണ്ട്? ഞാനുണ്ട്. ഞാനില്ലല്ലോ. ഞാൻ എന്നെ തന്നെ കർത്താവിനോട് കൂടെ ക്രൂശിച്ചില്ലേ? പിന്നെ ഞാൻ തീരുമാനമെടുക്കാനായിട്ട് ഞാനുണ്ടോ അവിടെ? ഇല്ല. ഇനി ഞാൻ ചെയ്യില്ല എന്ന് തീരുമാനിക്കുന്നവരും, കർത്താവേ എനിക്ക് എന്നെ വേണ്ട, ഞാനില്ല, അങ്ങ് എന്നിൽ ആരംഭിച്ചതായിട്ടുള്ള ആ പ്രവൃത്തി അങ്ങ് ക്രിസ്തുവിന്റെ നാളോളം തികയ്ക്കണം. ഞാനില്ല, എനിക്ക് എന്നെ വേണ്ട. നമ്മൾ നമ്മെ തന്നെ ത്യജിച്ചവരാണ്. നമ്മളെ തന്നെ ത്യജിച്ചതിന് ശേഷം വീണ്ടും നാം പറയുകയാണ് ഞാനെന്ന് പറയുമ്പോൾ അതുകൊണ്ടാണ് തീരുമാനമെടുത്ത് നമുക്ക് ഒരു കാര്യവും വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല. കാരണം ആ തീരുമാനം വരുന്ന മുഴുവൻ ജഡത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ ദേഹിയിൽ നിന്നാണ്. ആത്മാവിനെ രൂപാന്തരപ്പെടുത്തുന്നത് ദൈവമാണ്. നമ്മളിലുള്ള വിശുദ്ധീകരണ പ്രക്രിയ എന്ന് പറയുന്നത് പിതാവായ ദൈവം താൻ നമുക്ക് നൽകിയിരിക്കുന്നതായുള്ള പരിശുദ്ധാത്മാവിനാൽ നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള ഒരു ആജീവനാന്ത പ്രക്രിയയാണ്. അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ തന്നെ ത്യജിച്ച് ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതല്ലാതെ ഞാൻ ചെയ്യും എന്ന് പറയുമ്പോൾ അവിടെ കർത്താവ് പിതാവ് നമ്മുടെ ജീവിതത്തിന്റെ പ്രവർത്തനത്തിൽ നിന്നും പുറത്താവുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് നമുക്ക് നന്നാവാൻ പറ്റാത്തതെന്ന് മനസ്സിലായില്ലേ? നമ്മൾ നന്നാവാൻ നോക്കും, ബാക്കിയുള്ളവരൊക്കെ നന്നാക്കാനും നോക്കും. അതൊന്നും നടക്കാൻ പോണില്ല. നമുക്ക് നന്നാകാനും പറ്റില്ല, ബാക്കിയുള്ളവരെ നന്നാക്കാനും പറ്റില്ല. പിതാവായ ദൈവം നമുക്ക് നൽകിയതായിട്ടുള്ള പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ജീവിതത്തിൽ ആരംഭിച്ചതായിട്ടുള്ള ആ ശുദ്ധീകരണം, അതിന് നമ്മെ തന്നെ ഏകപക്ഷീയമായിട്ട് നമ്മെ തന്നെ ത്യജിച്ച് വിട്ടുകൊടുക്കുക എന്നുള്ള ഒറ്റ കാര്യമേ നടക്കുകയുള്ളൂ. അങ്ങനെ വിട്ടുകൊടുക്കുന്നതായിട്ടുള്ള ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ വിശ്വാസത്താലുള്ള ദൈവിക നീതി കണക്കിട്ട് കർത്താവിന്റെ പ്രത്യക്ഷതയെങ്കിൽ ആ ദൈവത്തിന്റെ നീതി നമ്മളിൽ അപ്പോഴും ബാധകമാണ്. അത് വിശ്വസിക്കുമ്പോൾ മാത്രമല്ല, ആ നീതി നമുക്ക് നമ്മുടെ അവസാനം വരെ ബാധകമാണ്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നീതി, കർത്താവായ യേശുക്രിസ്തുവിനെ പിതാവ് അംഗീകരിച്ചപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൽ ഉള്ളവരായിട്ടുള്ള എല്ലാവരെയും കർത്താവിനോട് കൂടെ അങ്ങ് അംഗീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്, അല്ലേ? നമ്മള് മെഡിക്കൽ കോളേജിൽ പോയപ്പം കയറിക്കോളം പറഞ്ഞപ്പോൾ പുറകെ അങ്ങോട്ട് കയറുക. പുറകെ പോയ ആൾക്ക് അനുവാദമൊന്നും കൊടുത്തില്ല. മുമ്പിലുള്ള ആളോട് കയറിക്കോളാൻ പറഞ്ഞു. ആ കൂട്ടത്തിലും കയറിപ്പോ എന്ന് പറഞ്ഞതുപോലെ കർത്താവായ യേശുക്രിസ്തുവിനെ പിതാവ് ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് തന്റെ ക്രൂശുമരണം അല്ലെങ്കിൽ യാഗം മനുഷ്യന്റെ പാപത്തിന് പരിഹാരമായിട്ട് ദൈവം അംഗീകരിച്ചപ്പോൾ ആ ക്രിസ്തുയേശുവിൽ വസിക്കുന്നവരായിട്ടുള്ള, ആ ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുന്നവരായിട്ടുള്ള എല്ലാവർക്കും ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങോട്ട് പ്രൊമോഷൻ കിട്ടുകയാണ് ഈ നിത്യതയിലേക്ക്. അല്ലാതെ നമ്മുടെ പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ദൈവസന്നിധിയിൽ എത്തുവാനായിട്ട് കഴിയുകയില്ല. നമ്മുടെ പ്രവൃത്തികളിലേക്ക് നാം തിരിഞ്ഞു കഴിഞ്ഞാൽ കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികളും കാരണമല്ല. അല്ല, നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടാണ് നമുക്ക് നിത്യതയിലേക്കുള്ള പ്രവേശനം കിട്ടണമെങ്കിൽ പ്രശംസ ആർക്കാ? അല്ലേ? ഞാൻ ഏറെ അധ്വാനിച്ചു, ഏറെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു, ഞാൻ എല്ലാ പാപത്തിന്റെ മേലും വിജയം വരിച്ചു, അങ്ങനെ എനിക്ക് സ്വർഗത്തിലേക്ക് പ്രവേശനം കിട്ടി. പ്രശംസ ആർക്കാ? നമുക്കാണ്. എന്നാൽ ഒരു മനുഷ്യനും ഒരു ജഡവും പ്രശംസിക്കാതിരിക്കുവാനായിട്ട്, ആരും പ്രശംസിക്കാതിരിക്കുവാനായിട്ട് വിശ്വാസത്താലുള്ള നീതീകരണവും രക്ഷയും കർത്താവായ യേശുക്രിസ്തു വെച്ചിരിക്കുന്നത്, ദൈവം വെച്ചിരിക്കുന്നത് ഈ കാരണത്താലാണ്. നമുക്കറിയാം, ലോകത്തിലുള്ള ഒത്തിരി ആളുകൾ ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് തെരുവിൽ ജനിച്ച് തെരുവിൽ വളരുന്നതായിട്ടുള്ള ആളുകളുണ്ട്.
നല്ല അച്ചടക്കമുള്ള കുടുംബത്തിൽ വളരുന്നതായിട്ടുള്ള ആളുകളുണ്ട്. അങ്ങനെ നല്ല വിദ്യാഭ്യാസമുള്ള സ്ഥലത്തും വിദ്യാഭ്യാസം ഇല്ലാത്തതായിട്ടുള്ള വിവിധ മതങ്ങളിലും കാടുകളിലും വളരുന്നതായിട്ടുള്ള ആളുകളുണ്ട്. ഇവരെ എല്ലാം പ്രവൃത്തികളാലാണ് ദൈവം ന്യായം വിധിക്കാൻ പോകുന്നതെങ്കിൽ, അവരെ രക്ഷിക്കാൻ പോകുന്നതെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും ഒരേ സ്കെയിൽ വെക്കാനായിട്ട് പറ്റില്ല. അല്ലേ? പറ്റുമോ? അത് അനീതിയായി പോകും, മുഖപക്ഷമായി പോകും. അതുകൊണ്ടാണ് ദൈവം രക്ഷയ്ക്ക്, നിത്യതയ്ക്ക്, നിത്യജീവന് ഒരൊറ്റ കാര്യമേ വെച്ചിട്ടുള്ള വിശ്വാസം. അത് ആർക്കും സാധിക്കും. വിശ്വാസത്താലുള്ള നീതീകരണവും വിശ്വാസത്താലുള്ള രക്ഷയും. അങ്ങനെ നമ്മുടെ വിശ്വാസം കറക്റ്റ് ആണ് എങ്കിൽ അതിൻ്റെ വഴിയായി പ്രവൃത്തികൾ നന്നായി വരും. വിശ്വാസം കറക്റ്റ് അല്ലാതെ പ്രവൃത്തികൾ ശരിയാക്കാൻ നമ്മൾ എത്ര പ്രസംഗിച്ചാലും നമ്മൾ എത്ര ശ്രമിച്ചാലും അത് ഒരു കാലത്തും നടക്കുകയില്ല. ഈ പ്രസംഗങ്ങളെല്ലാം കേട്ടിട്ട് ആളുകൾ നന്നാവാത്തതിന് കാരണം എന്താണെന്നറിയാവോ? അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് അവരുടെ വിശ്വാസം തെറ്റായതുകൊണ്ടാണ്. വിശ്വാസം യഥാർത്ഥത്തിലുള്ള രക്ഷാകരമായ വിശ്വാസമല്ല അവർക്കുള്ളത്. അവരെന്തൊക്കെയോ ആരൊക്കെയോ പറഞ്ഞു, എന്തൊക്കെയോ വിശ്വസിച്ചു. അവർക്ക് തന്നെയും എന്താണ് അവർ